എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ മൂന്ന് സ്വത്തുമണികളും അവരങ്ങനെ നടക്കുകയാണ്. അപ്പൊ സുഗട്സു അവൻ ഒരുപാട് നടന്ന് ക്ഷീണിച്ചിട്ട് ഇപ്പൊ ചോദിക്കും, ഇനി എത്ര നടക്കാനുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ടയർഡാണെന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കും. അതിനവള്, നമ്മൾ ഓൾറെഡി ഇപ്പൊ പകുതി ദൂരം കഴിഞ്ഞു, നോർത്തേൺ സൈഡിലേക്കാണ് ഇനി നമുക്ക് പോവേണ്ടത്. അത് ഒറോച്ചിമാറുവിന്റെ ഒരു വലിയ ഹൈഡ് ഔട്ട് ആണ്, മാത്രമല്ല അവിടെയാണ് ഹ്യൂമൻസിന്റെ മെയിൻ എക്സ്പെരിമെന്റ് അതെല്ലാം തന്നെ നടക്കുന്നത്. അൺകൺട്രോളബിൾ മോൺസ്റ്റേഴ്സിനെ ഒക്കെ തന്നെ അടച്ചു വെച്ചിരിക്കുന്നത് അവിടെയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ജൂഗോയെ കാണിക്കും. അവനാണെങ്കില് ഇപ്പൊ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആര് വന്നാലും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവനവന്റെ തലയൊക്കെ മാന്തി പറിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കട്ട് ചെയ്താല് ഇപ്പൊ ലീഫ് വില്ലേജില് നമ്മുടെ സാക്കുര ആവട്ടെ കുട്ടപ്പനെ അന്വേഷിച്ച് ഇപ്പൊ ഓരോ റെസ്റ്റോറന്റുകള് കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം നമ്മുടെ ആളെ കണ്ടുപിടിച്ച് അവൾ എത്രയും പെട്ടെന്ന് ഇപ്പൊ ഹൊക്കാഗിയുടെ അടുത്തേക്ക് വരാൻ പറയും. കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവര് വീണ്ടും മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഗട്സു അവനൊരു ജ്യൂസ് കുടിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, ഞാൻ ഓൾറെഡി ഇപ്പൊ ഒരുപാട് നടന്നു, എനിക്ക് ആരോഗ്യമില്ല, അതുകൊണ്ട് ഒരടി പോലും എന്നെ കൊണ്ട് ഇനി മുൻപോട്ട് നടക്കാൻ വയ്യ. കട്ട് ചെയ്ത ജൂഗൻ അവനിപ്പോ എന്തൊക്കെ ആലോചിച്ച് പഴയ ഇമാജിനേഷനിലേക്ക് പോവും. അവന് കേഴ്സ് മാർക്കിന്റെ പവർ എടുത്ത് കൈ ചുരുട്ടി ഒരുത്തിനെ അടിക്കാനായിട്ട് ഇപ്പൊ ചാടി വീഴും. അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ കിമിമാരു ഓൺ ദ സ്പോട്ടില് സ്റ്റോപ്പ് എന്ന് പറയുമ്പോ അവൻ സ്വിച്ച് ഇട്ട പോലെ അവിടെ നിൽക്കും. അപ്പൊ ഉടനെ ആ ഒരു കേഴ്സ് മാർക്ക് അത് പതിയെ കുറയാൻ തുടങ്ങും. കിമിമാരു പറയും, ഇന്നു മുതല് നിന്റെ എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ അവൻ പറയും, കിമിമാരു നീ ഇല്ലാതെ ഞാൻ എവിടേക്കും പോവില്ല, എനിക്ക് ഏറ്റവും വലുത് അത് നീ മാത്രമാണ്. കട്ട് ചെയ്ത കരീന അവള് സുഗട്സുവിനോട് ചോദിക്കും, നീ എന്തിനാ ഒരു കാര്യമില്ലാതെ വെറുതെ ഇപ്പൊ സാസുകയുടെ പിന്നാലെ നടക്കുന്നത്? അതിനവൻ പറയും, നീ നടക്കുന്നത് എന്തിനോ അതിന് തന്നെയാണ് ഞാനും നടക്കുന്നത്. അതിനവള് പറയും, എനിക്കറിയില്ല നിങ്ങൾ എന്തിനാണ് ഈ ഒരു ടീം ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ ജുഗോ അവൻ കുറച്ച് ഡേഞ്ചറാണ്, അവനുമായിട്ട് ഞാൻ പണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അവന് പേഴ്സണാലിറ്റി ഡിസോർഡർ പവർ ഉണ്ട്, ഇടയ്ക്ക് അവന് എല്ലാവരെയും കൊല്ലാൻ തോന്നും. അതുകൊണ്ടാണ് ഒറോച്ചിമാറു അവന് ആ ഒരു ഹൈഡൌട്ടിലേക്ക് പണ്ട് മുതലേ അയച്ചത്. ആക്ച്വലി ജൂഗോയ്ക്ക് ആ പവർ കൊടുത്തത് തന്നെ ഒറോച്ചിമാറുവാണ്. ആക്ച്വലി ജൂഗനാണ് ആ ഒരു കേഴ്സ് മാർക്ക് പവർ തന്നെ കണ്ടുപിടിച്ചത്. കട്ട് ചെയ്താ ഇപ്പൊ ജൂഗോ അവൻ ഒരുപാട് പേരെ തല്ലിക്കൊന്ന് അവരുടെ ഇടയില് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജില് ഹൊക്കാഗ കുട്ടപ്പനോട് ചോദിക്കും, നിങ്ങളെ രണ്ടുപേരെ ഇപ്പൊ ഞാൻ എവിടെയൊക്കെ തേടണം? പ്രത്യേകിച്ച് നിന്നെ. മഷിയിട്ട് നോക്കിയാൽ പോലും ഒരാവശ്യത്തിന് നിന്നെ കാണാനുണ്ടാവില്ല. കുട്ടപ്പൻ ഫ്രീസ് ആയിട്ട് നിൽക്കുമ്പോ ഇപ്പൊ മാമ പറയും, ഞാൻ പുതിയൊരു ജിപ്സു ഇപ്പൊ പഠിച്ചിരിക്കുകയാണ്, നിനക്ക് ഞാനത് തീർച്ചയായിട്ടും പഠിപ്പിച്ചു തരാന്ന് പറയുമ്പോ അപ്പൊ കുട്ടപ്പൻ ചിരിക്കാൻ തുടങ്ങും. പുതിയ ജിപ്സു കണ്ടുപിടിച്ചോ? സത്യമായിട്ടും എനിക്കത് പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുമ്പോ മാമൻ കുട്ടപ്പന്റെ തോളിൽ കൈയിട്ട്, തീർച്ചയായിട്ടും, പക്ഷെ ആദ്യം നമുക്ക് ഒരു നൂഡിൽസ് കഴിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ ഹായ് ആയി പുറത്തേക്ക് പോകും. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് ഇപ്പൊ പരസ്പരം അടികൂടിക്കൊണ്ട് നടന്ന് ഇപ്പൊ ഹൈഡൌട്ടിന്റെ തൊട്ടടുത്തെത്തും. സുഗട്സു വീണ്ടും ടയർഡായിട്ട് ഒരു മൂലയ്ക്ക് പോയിട്ടിരിക്കുമ്പോ സാസുക പറയും, നമ്മൾ ആ ഹൈഡൌട്ടിന്റെ തൊട്ടടുത്തെത്തി, വേഗം വായോ, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലണം. അപ്പൊ സാസുക അവൻ ചുറ്റും നോക്കിയിട്ട് പറയും, ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവനെ കാണാനില്ല. അപ്പൊ അതേ സമയം ഒരുപാട് അടി കിട്ടി രക്തം തുളുമ്പി ആ ഒരു സെക്യൂരിറ്റി അവൻ പുറത്തേക്ക് വരും. ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് തന്നെ അവൻ സാസുകയുടെ തൊട്ടടുത്തെത്തുമ്പോ അങ്ങനെ ടയർഡായി ഇപ്പൊ താഴേക്ക് വീഴും. അവൻ പറയും, നീ സാസുകയല്ലേ, ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. ഒറോച്ചിമാറു മരിച്ചതറിഞ്ഞ് ഇവിടെ എക്സ്പെരിമെന്റിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രിസൺസ് ഇപ്പൊ എന്നെ അറ്റാക്ക് ചെയ്ത് പുറത്തു കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഏതോ ഒരു സാധനം ഇപ്പൊ പുറത്തേക്ക് ചാടി വരും. പക്ഷെ സാസുക അവൻ ചാടി വീണ് അവനെ രണ്ടായി വെട്ടിമുറിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്പൊ ജൂഗോയെ അവനെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് സാസുക അവന്റെ ടീമുമായിട്ട് ഇപ്പൊ ഹൈഡൌട്ടിന്റെ അകത്തേക്ക് കയറി ചെല്ലും. കട്ട് ചെയ്ത ഇപ്പൊ ജൂഗോ അവൻ വാതിലടച്ചിട്ട് ആദ്യം ആരാണോ ഈ വാതിൽ തകർത്ത് അകത്ത് വരുന്നത് അവനെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഞാൻ തല്ലിക്കൊല്ലുമെന്ന് ഇപ്പൊ അവൻ പറയും. അവൻ പതിയെ ഇപ്പൊ അവന്റെ കേഴ്സ് മാർക്ക് അത് പുറത്തേക്ക് കൊണ്ടുവരും. കട്ട് ചെയ്ത കരീന അവള് പറയും, ഇവിടെ ഉണ്ടായിരുന്ന പ്രിസനേഴ്സ് അവരെല്ലാം തന്നെ ഇപ്പൊ രക്ഷപ്പെട്ട് പുറത്തു പോയിരിക്കുകയാണ്. അതിന് സാസുക ഇപ്പൊ അവളോട് പറയും, നിന്റെ പവർ വെച്ച് ജൂഗൻ അവൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്ക്. അവളും എല്ലാം കണ്ണടച്ച് ഇപ്പൊ ജൂഗനെ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പൊ അവള് കാണും അവിടെയുള്ള എല്ലാവരും ഇപ്പൊ സെക്കൻഡ് കേഴ്സ് മാർക്ക് പവറിലെത്തി മോൺസ്റ്ററായി മാറി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കരീന പറയും, അവനെ മാത്രം ഇവിടെ എവിടെയും കാണുന്നില്ല, പക്ഷെ വേറെ ഒരുപാട് പേര് ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിലേക്ക് മാറി മോൺസ്റ്റേഴ്സായി അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിന് സാസുക ആരെയും കൊല്ലാൻ പാടില്ല, പക്ഷെ എല്ലാവരെയും അടിച്ചു തെറിപ്പിച്ച്
അവൻ എങ്ങനെയെങ്കിലും ഇപ്പൊ പുറത്ത് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ 3 സ്വത്തുമണികളും ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. സാസുകയാണെങ്കില് സെക്കൻഡ് സ്റ്റേജിലുണ്ടായിരുന്ന എല്ലാവരെയും അവൻ ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അപ്പോഴാണ് കരീമിന് അകത്തേക്കുള്ള ഡോറുകളുടെ താക്കോല് കിട്ടുക. അവള് വിളിച്ചു പറയും, താക്കോല് കിട്ടി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്പൊ അകത്തേക്ക് കയറാം. ഇവിടെ സാസുകയാവട്ടെ ഓരോരുത്തരെയും വെട്ടിയെറിയുമ്പോ അതിലൊരുത്തൻ സാസുകയെ നോക്കി ചോദിക്കും, നീയല്ലേ ഉച്ചിഹ ക്ലാനിലെ ആ ഒരു സാസുക? അപ്പൊ ജൂഗോ അവൻ കംപ്ലീറ്റ് കേഴ്സ് മാർക്ക് പവറും ഇപ്പൊ പുറത്തു കൊണ്ടുവരും. അവൻ പറയും, ആരാണോ ആദ്യമായിട്ട് ഈ ഡോർ തുറക്കുന്നത് അവരെ തീർച്ചയായിട്ടും ഞാൻ തല്ലിക്കൊല്ലും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ കരീന അവള് റൂട്ടൊക്കെ കാണിച്ചു കൊടുക്കും. ദേർ ഈ വഴിയാണ് നമുക്ക് പോവേണ്ടത്. അത് കേട്ട് സുഗട്സു അവൻ സ്പീഡില് ഇപ്പൊ മുൻപോട്ട് നടന്നു പോവും. അപ്പൊ അവള് ഇപ്പൊ സാസുകയെ തടഞ്ഞു വെച്ചിട്ട് പറയും, ആക്ച്വലി അവന് ഞാൻ തെറ്റായ വഴിയാണ് പറഞ്ഞു കൊടുത്തത്. അവൻ എപ്പോ നോക്കിയാലും ചെലച്ചുകൊണ്ടേയിരിക്കും. എനിക്കവനെ തീരെ ഇഷ്ടമല്ല. ഇതാണ് കറക്റ്റ് വഴി, നമുക്ക് ഇതുവഴി പോവാന്ന് പറഞ്ഞ് അവള് സാസുകയും വിളിച്ച് ആ ഒരു വഴിയെ പോവും. കട്ട് ചെയ്താ ഇവിടെ സുഗട്സു അവൻ ബാക്കിൽ ആളുണ്ടെന്ന് കരുതി ഇപ്പൊ എന്തൊക്കെയോ പറയാൻ തുടങ്ങും. ആ ഒരു തേർഡ് സ്റ്റേജ് ഓഫ് മോൺസ്റ്റർ പവർ അത് നീ കണ്ടോ? തീർച്ചയായിട്ടും നിന്റെ കേഴ്സ് പവർ അതും തേർഡ് സ്റ്റേജിലായിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ നിന്നെ കാണാനും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ആശാൻ ഇപ്പൊ സാസുകയെ ഒരുപാട് കളിയാക്കി തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും പുറകിൽ ആരും ഉണ്ടാവില്ല. അവൻ ചമ്മി ഐസായിട്ട് കലി കേറി അവിടെ നിൽക്കും. ഇവിടെ കരീനയും സാസുകയും അവനിരിക്കുന്ന ആ റൂമിന്റെ ഡോറിന്റെ തൊട്ട് മുൻപിൽ വരും. അവള് ഡോർ തുറക്കാനായിട്ട് ആ ഒരു കീ ഹോളിലേക്ക് ഇപ്പൊ കീ ഇടും. അപ്പൊ സാസുക അവളോട് പറയും, നീ പുറകിലേക്ക് നിൽക്ക്, ഈ ഡോറ് അത് ഞാൻ തുറക്കാന്ന് പറഞ്ഞ് അവനിപ്പൊ പതിയെ ഡോർ തുറക്കാൻ തുടങ്ങും. സാസുക വാതിൽ തുറക്കുമ്പോ തന്നെ ഇപ്പൊ അവൻ നോ എന്ന് പറഞ്ഞ് അലറിക്കാറി ഇപ്പൊ സാസുകയെ കൊല്ലാനായിട്ട് പാഞ്ഞടുക്കാണ്. അത് കണ്ട് നമ്മുടെ സാസുകയും ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് സുഗസ്കു അവന് വന്ന വഴി അറിയാതെ ഇപ്പൊ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടികിട്ടി വീണ് കിടക്കുന്ന ഒരു പ്രിസണർ ഇപ്പൊ അവനോട് ചോദിക്കും, നിങ്ങൾ ആക്ച്വലി ഇപ്പൊ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അതിന് നമ്മുടെ ആള് പറയും, ഞങ്ങൾക്ക് വേണ്ടത് ജൂഗോയാണ്, അവനെ ഞങ്ങളുടെ ആർമിയിൽ ചേർക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതിനവൻ പറയും, ആ ജൂഗോയ്ക്ക് തലയ്ക്ക് സ്ഥിരതയില്ല, അവനെ നിങ്ങൾ കൂടെ കൂട്ടിയാ തീർച്ചയായിട്ടും അവൻ നിങ്ങളെ തന്നെ തല്ലിക്കൊല്ലും. അവനു വേണ്ടി ഇവിടെ വരാൻ നിങ്ങൾക്ക് വട്ടുണ്ടോ ചോദിക്കുമ്പോ അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ ആൾക്ക് കലിപ്പ് കയറി. സാസുക പറഞ്ഞിട്ടാണ് നിങ്ങളെ ആരെയും ഞാൻ കൊല്ലാത്തത്, അല്ലെങ്കിൽ പണ്ടേ നിങ്ങളെയൊക്കെ ഞാൻ കൊന്നു തള്ളിയിട്ടുണ്ടാവും. അപ്പൊ അതേ സമയത്ത് ജൂഗോ അവന്റെ കേഴ്സ് മാർക്ക് പവറില് സാസുക എടുത്തിട്ട് ഇടിച്ചോണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാകെ അവള് പ്രാക്ടീസ് ചെയ്യാൻ പോയ മാമനെയും കുട്ടപ്പനെയും തൂക്കിയെടുത്ത് തലക്കെട്ട് ഓരോ ഇടിയും കൊടുത്ത് വീണ്ടും മാൻഷനിലേക്ക് കൊണ്ടുവരും. അപ്പോഴാണ് ഇപ്പൊ ഹൊക്കാക പറയാ, ഒറോച്ചിമാറു അവൻ കൊല്ലപ്പെട്ടു, സാസുകയാണ് അവനെ കൊന്നത് എന്നൊരു റൂമറാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഞെട്ടും. അതിന് കുട്ടപ്പൻ ചോദിക്കും, സത്യാണോ പറയണേ? അതിന് ഹൊക്കാകെ അവള് വീണ്ടും അതേന്ന് പറയുമ്പോ നമ്മുടെ ചെക്കനാവട്ടെ ഇപ്പൊ സന്തോഷത്തില് തുള്ളിച്ചാടാൻ തുടങ്ങും. കുട്ടപ്പൻ പറയും, അപ്പൊ ഉറപ്പായിട്ടും സാസുക എത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജിലേക്ക് തിരികെ എത്തും. പക്ഷെ അതിന് ഇപ്പൊ ജിറയ മാമനും ഹൊക്കാകെ ആന്റിയും ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിൽക്കും. കട്ട് ചെയ്ത ജൂഗോ അവനിപ്പോ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയി സാസുകയെ പിടിച്ചു വലിച്ച് അവൻ ഇടിച്ചു പഞ്ചറാക്കാണ്. കരീനയ്ക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ സാസുക അവൻ ആ കേഴ്സ് മാർക്ക് പവർ അത് കൺട്രോൾ ചെയ്ത് അവനെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഇപ്പൊ തിരികെ കൊണ്ടുവരും. അപ്പൊ സാസുക പറയും, ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യാൻ വന്നതല്ല, എനിക്ക് കാര്യമായിട്ട് ചില കാര്യങ്ങള് ഇപ്പൊ നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.